നിങ്ങളുടെ കയ്യിലെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ സഹായിക്കുകയാണോ അതോ പണി തരികയാണോ? പലരും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് ഒരു ആവേശത്തിനാണ്. ബാങ്കിൽ നിന്ന് വിളിക്കുന്നു, ഫ്രീ എന്ന് പറയുന്നു, നമ്മൾ അങ്ങ് എടുക്കുന്നു. പക്ഷേ സംഗതി അത്ര നിസ്സാരമല്ല. നമ്മൾ എന്തിനാണ് ശരിക്കും ഒരു കാർഡ് എടുക്കുന്നത്? വെറുതെ ഷോപ്പിംഗ് നടത്താനാണോ അതോ കൃത്യമായ ലാഭം ഉണ്ടാക്കാനാണോ? ഇവിടെയാണ് മിക്കവർക്കും ഉത്തരമില്ലാതിരിക്കുന്നത്. ഒരു കാര്യം പറയാം, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. കൊച്ചിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്ക് ഒരു ലക്ഷറി കാർഡ് വേണം, എയർപോർട്ട് ലോഞ്ചിൽ കയറണം, പോയിന്റ്സ് ഒക്കെ കിട്ടണം, ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ പുള്ളിയുടെ മാസത്തെ ചെലവ് നോക്കിയപ്പോൾ ഭൂരിഭാഗവും പെട്രോളിനും ഗ്രോസറിക്കുമാണ്. ഇവിടെയാണ് ടെസ്റ്റ് ഇരിക്കുന്നത്. ഈ ലക്ഷറി കാർഡ് കൊണ്ട് പുള്ളിക്ക് കിട്ടുന്നതിനേക്കാൾ ലാഭം ഒരു സാധാരണ ഫ്യൂവൽ കാർഡ് എടുത്താൽ കിട്ടുമായിരുന്നു. നമ്മൾ പലപ്പോഴും തിളക്കമുള്ള ഓഫറുകൾ കണ്ട് മെയിൻ പോയിന്റ് മറന്നുപോകും. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിന്റെ ഫ്രീ സ്ട്രക്ചറാണ്. ജോയിനിങ് ഫീ എത്രയാണ്, ആനുവൽ ഫീ എത്രയാണ്, പലപ്പോഴും ലൈഫ് ടൈം ഫ്രീ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വീണുപോകും. പക്ഷെ അതിനുള്ളിൽ ചെറിയ അക്ഷരത്തിൽ ചില കണ്ടീഷൻസ് കാണും. വർഷം ഇത്ര രൂപ ചെലവാക്കിയാലേ ഫീ ഒഴിവാകൂ എന്നൊക്കെ. നമ്മൾ ഇതൊക്കെയാണ് മിസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ചെലവ് കൊണ്ട് ആ ടാർഗറ്റ് എത്താൻ പറ്റുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ വെറുതെ എന്തിനാണ് ബാങ്കിന് പൈസ കൊടുക്കുന്നത്? ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്, പലിശയുടെ കാര്യം. ക്രെഡിറ്റ് കാർഡിന്റെ പലിശ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കെണിയാണ്. APR എന്ന് കേട്ടിട്ടുണ്ടോ? ആനുവൽ പെർസെന്റേജ് റേറ്റ്. ഇത് ചിലപ്പോൾ 35-40% വരെ വരാം. ഇതൊന്ന് ആലോചിച്ചാൽ നമ്മൾ എടുക്കുന്ന പേഴ്സണൽ ലോണിനേക്കാൾ എത്രയോ കൂടുതലാണിത്. അതുകൊണ്ട് കാർഡ് എടുക്കുമ്പോൾ പലിശ എത്രയാണെന്ന് കൃത്യമായി ചോദിക്കണം, പ്രത്യേകിച്ച് ക്യാഷ് വിത്ഡ്രോവിൽ. ATM-ൽ പോയി ക്രെഡിറ്റ് കാർഡ് ഇട്ട് പൈസ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരിക്കലും ചെയ്യരുത്. കാരണം ആ നിമിഷം മുതൽ പലിശ കയറി തുടങ്ങും. സാധാരണ കാർഡിൽ നമുക്ക് 40-50 ദിവസം പലിശ ഇല്ലാത്ത സമയം കിട്ടും. പക്ഷെ ക്യാഷ് എടുത്താൽ ആ ആനുകൂല്യം കിട്ടില്ല. നമ്മൾ കൃത്യസമയത്ത് അടച്ചാൽ കാർഡ് നമുക്ക് ലാഭമാണ്. ഒരു ദിവസം വൈകിയാൽ സംഗതി കൈവിട്ടു പോകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബില്ലിംഗ് സൈക്കിളാണ്. നമ്മുടെ ശമ്പളം വരുന്നത് 10-ാം തീയതി ആണെങ്കിൽ ബില്ല് അടയ്ക്കേണ്ട തീയതി 5-ാം തീയതി ആയാൽ എന്ത് സംഭവിക്കും? കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ബില്ല് വരും. ഇത് മാറ്റാൻ പറ്റും. ബാങ്കിനോട് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പലരും ചെയ്യാറില്ല. മിനിമം എമൗണ്ട് ഡ്യൂ, ആ വാക്ക് കേൾക്കാനും നല്ല രസമാണ്. കുറച്ച് പൈസ അടച്ചാൽ മതിയെന്ന് തോന്നും. പക്ഷെ അതൊരു വലിയ ചതിക്കുഴിയാണ്. മിനിമം മാത്രം അടച്ചു പോയാൽ ബാക്കി തുകയ്ക്ക് വലിയ പലിശ വരും. ആ കടം തീരാൻ വർഷങ്ങളെടുക്കും. സംഗതി നിസ്സാരമല്ല. ലോൺ ട്രാപ്പിൽ പെടാൻ ഇത് മാത്രം മതി. ഇനി റിവാർഡ് പോയിന്റ്സിന്റെ കാര്യം, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ചില കാർഡുകൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് കൂടുതൽ പോയിന്റ്സ് നൽകും, ചിലത് ട്രാവലിന്. നിങ്ങൾ അധികവും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സാധനം വാങ്ങുന്ന ആളാണെങ്കിൽ അതിന് പറ്റിയ കാർഡ് എടുക്കണം. അല്ലാതെ എയർമൈൽ കിട്ടുന്ന കാർഡ് എടുത്തിട്ട് കാര്യമില്ല. ഈ പോയിന്റ്സ് എങ്ങനെ ക്യാഷ് ആക്കാം അല്ലെങ്കിൽ വൗച്ചർ ആക്കാം എന്നുകൂടി പഠിക്കണം. പലപ്പോഴും പോയിന്റ്സ് റിഡീം ചെയ്യാൻ ബാങ്കുകൾ ഫീ ഈടാക്കാറുണ്ട്. 100 രൂപയുടെ പോയിന്റ് കിട്ടാൻ 99 രൂപ ഫീ കൊടുത്താൽ പിന്നെ നമ്മൾക്ക് എന്താണ് ലാഭം? ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത വലിയ കാര്യങ്ങൾ. ഫോറിൻ ട്രാൻസാക്ഷൻ മാർക്കപ്പ്. വിദേശത്ത് പോകുന്നവർക്കും ഓൺലൈനിൽ ഡോളറിൽ പേയ്മെന്റ് നടത്തുന്നവർക്കും ഇത് നിർണായകമാണ്. സാധാരണ 3% ചാർജ് വരുന്നത്. അത് കുറഞ്ഞ കാർഡുകൾ മാർക്കറ്റിലുണ്ട്. നമ്മളൊരു 10,000 രൂപ വിദേശത്ത് ചെലവാക്കുമ്പോൾ അതിന്റെ കൂടെ വലിയൊരു തുക ടാക്സും ചാർജുമായി പോകുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ ഇൻഷുറൻസ് കവർ. ചില പ്രീമിയം കാർഡുകൾക്ക് ആക്സിഡന്റ് ഇൻഷുറൻസോ പർച്ചേസ് പ്രൊട്ടക്ഷനോ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ടോ? മിക്കവാറും ഇല്ല. പുതിയ കാർഡ് എടുക്കുമ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. ഇടയ്ക്കിടെ പുതിയ കാർഡുകൾ അപ്ലൈ ചെയ്താൽ ബാങ്കുകൾ വിചാരിക്കും നമ്മൾ ഭയങ്കര പൈസയുടെ ബുദ്ധിമുട്ടിലാണെന്ന്. സ്കോർ കുറയും. അതുകൊണ്ട് ആവശ്യമുള്ള കാർഡ് മാത്രം സെലക്ട് ചെയ്യുക. ഉപയോഗിക്കുന്ന കാർഡിന്റെ ലിമിറ്റ് 30% കൂടാതെ ചെലവാക്കാൻ ശ്രമിക്കണം. 1 ലക്ഷം ലിമിറ്റ് ഉണ്ടെങ്കിൽ ഒരു 30,000 രൂപ വരെ ഉപയോഗിക്കുന്നതാണ് ഹെൽത്തി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ടെക്നോളജി മാറിയതോടെ എല്ലാം നമ്മുടെ ഫോണിലുണ്ട്. ആപ്പ് നോക്കി ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓഫ് ചെയ്യാം. ഇതൊക്കെ കൃത്യമായി ഉപയോഗിക്കണം. സെക്യൂരിറ്റിയാണ് പ്രധാനം. ഒരൊറ്റ നമ്പർ. നമ്മുടെ CVV ആർക്കും കൊടുക്കരുത്. ബാങ്ക് ഒരിക്കലും അത് ചോദിക്കില്ല. നിങ്ങളുടെ ഇൻകം റേഞ്ചും നിങ്ങളുടെ ചെലവും കൃത്യമായി മനസ്സിലാക്കി മാത്രം കാർഡ് ചൂസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ഒരു ബാധ്യതയല്ല, മറിച്ചൊരു നല്ല ഫിനാൻഷ്യൽ ടൂളായി മാറും. കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് തീരുമാനമെടുക്കാം. വിദഗ്ധരോടൊന്ന് ചോദിക്കുന്നതും നല്ലതാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.